അപ്പോൾ ഇന്ന് വെറുതെ ഒരു ചുറ്റിക്കറങ്ങലായാലോ? ചേച്ചിക്കും ചേട്ടനും കുഞ്ചുവിനും കൂടെ ചെന്നൈ വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകാം. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തത്കാലം എടുക്കാനാണ് പോകുന്നത്. ടിക്കറ്റ് എന്തായാലും കൺഫേം ആയി കിട്ടണം, കാരണം ചേച്ചി പ്രഗ്നൻ്റ് ആണ്, ഇപ്പോൾ 6 months ആയി. അതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. എന്തായാലും അവിടെ രാവിലെ തന്നെ എത്തി ടോക്കനൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡയറക്റ്റ് വെട്ടുമണി പള്ളിയിലാണ് പോയത്. ഞങ്ങൾ മാർത്താണ്ഡം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വെട്ടുമണി പള്ളിയിൽ പോയി. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കാഴ്ചയാണ്. അവിടുത്തെ രൂപക്കൂട് തുറന്ന് വാവേനെ അതിനകത്ത് കയറ്റി ആ അങ്കിള് പ്രാർത്ഥിപ്പിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യവും കൂടെയാണിത്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വെട്ടുമണി പള്ളീനെക്കുറിച്ച് കേൾക്കുന്നതും അവിടെ പോകുന്നതും ഈ ഒരു അനുഭവം നേരിട്ട് അനുഭവിക്കുന്നതും. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കഞ്ഞിയും കുടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. നെക്സ്റ്റ് ഡേ അവർ കറക്റ്റ് ടൈമിൽ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വ്ളോഗിങ് ക്ലിപ്സ് കുഞ്ചു എടുത്തിട്ടുണ്ട്. എന്നെ കളിയാക്കി എടുത്ത വീഡിയോ ആണ്, അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ, അഭിപ്രായം പറയാൻ മറക്കരുത്. ഹലോ ഗൈസ്, നമ്മളിന്ന് ചെന്നൈ പോവുകയാണ്. അമ്മ, അച്ഛൻ, ഞാൻ, കാക്കു ഞങ്ങളെ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവനെ കൊണ്ടുവന്നു. ഞങ്ങളവനെ കൊണ്ടുവന്നിട്ടില്ല. അതിന് പനി, ചുമ, ജലദോഷം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുവന്നില്ല. അത് എത്ര കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓട്ടോ, പിന്നെ ബസ്, ട്രെയിൻ. ആദ്യമായിട്ടാണ് നമ്മുടെ അമ്മയുടെ വീട്ടിൽ കുഞ്ഞാവ് ട്രെയിനിൽ കയറിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചെന്നൈയിൽ പോവുക. ചെന്നൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം ഞങ്ങൾ ഇന്ന് ചെന്നൈയിൽ പോവുക. അപ്പം എല്ലാവരും വരും. നമ്മളെ കൊച്ചിച്ചൻ, കുഞ്ഞമ്മ, അച്ഛമ്മ, അച്ചാച്ച, മുത്തശ്ശി ഒന്നും വരില്ല. നമ്മൾ ഈ 3 പേർ മാത്രമേ ഉള്ളൂ. ഹലോ ഗൈസ്, തീർന്നു.